ഹൃദി ശിവശക്തിയായുക്തോ യതി ഭവതി വ്യക്തപ്രഭവിത്തും എന്നിട്ട് നച്ചേ ദേവം ദേവോ ന ഖലു കുശല സ്പന്ദിത്തുമൊപ്പി എന്നിട്ട് ശിവനും ശക്തിയും ഒന്നായിട്ടുള്ള ഒരു സ്ഥലം പ്രപഞ്ചത്തിൽ എവിടെയും ഇല്ല, ഇവിടെ മാത്രമാണ്. ശ്രീ സുബ്രഹ്മണ്യ അടിയുടെ മഠത്തിലാണുള്ളത്. ഈ മൂകാംബിക ക്ഷേത്രവുമായി ബന്ധിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. നമസ്കാരം. നമസ്തേ. മലയാളികൾ ധാരാളമായിട്ട് വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കൊല്ലൂർ മൂകാംബിക എന്നുള്ളത്. പക്ഷേ ഈ മൂകാംബിക ദേവി എന്നുള്ള ആ ഒരു മൂർത്തി സങ്കല്പത്തെക്കുറിച്ച് കാര്യമായൊരു അറിവ് അധികം ആളുകൾക്കും ഇല്ല എന്ന് തന്നെ വേണം കരുതാൻ. ചിലർക്കെങ്കിലും മൂകാംബിക എന്നാൽ ഒരു സരസ്വതി ക്ഷേത്രം മാത്രമാണെന്നൊരു ധാരണയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ മൂകാംബിക ദേവി എന്നുള്ള ഒരു മൂർത്തി സങ്കല്പത്തെക്കുറിച്ചും ഇവിടുത്തെ ഐതിഹ്യങ്ങളെക്കുറിച്ചുമൊക്കെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാമോ? മൂകാംബിക എന്ന് പറഞ്ഞാൽ ആദ്യം ഇവിടുത്തെ ഒരു ഐതിഹ്യം അറിയണം, അതെന്താന്ന് മനസ്സിലാക്കാൻ. മൂകാംബിക എന്ന് പറഞ്ഞാൽ താപസ മന്വന്തരത്തിൽ ഇവിടെ സ്വയംഭൂ മിഥുന ജ്യോതിർമയ ലിംഗം ഉദ്ഭവമാണ്. അതാണ് മിഥുനലിംഗാഗ്ര വപുഹു വന്നിട്ട്. ഇടത്ത് വശം കാളി ലക്ഷ്മി സരസ്വതിയും വലത്ത് വശം ബ്രഹ്മ വിഷ്ണു മഹേശ്വരവും. ഇങ്ങനെ 33 കോടി ദേവന്മാർ ചേർന്നിട്ട് ഉദ്ഭവിച്ച ജ്യോതിർമയ മിഥുനലിംഗമാണ്, ഉദ്ഭവലിംഗമാണ്. ശ്രീചക്രത്തിൻ്റെ ബിന്ദുസ്വരൂപത്തിൽ ദേവി ഉദ്ഭവമായതാണ്. ആ ലിംഗം ഇവിടെ ഉദ്ഭവിച്ചത് ഇവിടെ മുമ്പേ കോല മഹർഷി ഉദ്ഭവിക്കാൻ മുമ്പേ ഇവിടെ കോല മഹർഷി എന്ന ഒരു ഋഷി, അദ്ദേഹം തപസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഈ ഭൂമി അത് പിന്നെ കോലാപുരത്തിന് കൊല്ലൂരായി. അദ്ദേഹം തപസ് ചെയ്തിരിക്കുന്ന മുമ്പേ ഇത് മഹാരണ്യപുരം എന്നായിരുന്നു. കോല മഹർഷിയുടെ തപസ് കൊണ്ട് ഈ ഗ്രാമത്തിന് കൊല്ലൂർ എന്ന് ഇപ്പോൾ പേരാണ്. മുമ്പേ ഇതിൻ്റെ മുമ്പേ കോലാപുര എന്നാണ്, കോലാപുര എന്ന് കൊല്ലൂരായി. ഈ സ്ഥലത്തിൽ ഈ കോല മഹർഷി തപസ് ചെയ്തിരിക്കുമ്പോൾ ഉപദ്രവിച്ച ഒരു കംഹാസുരനെന്ന് ദേവന്മാരുടെ അടുത്ത് വരം നേടിയിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം തപസ് ചെയ്തു. കോല മഹർഷിയുടെ കൂടെ എല്ലാ ദേവന്മാരും പിന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവിടെ ഇന്ദ്രനെ ഉപദ്രവിച്ചു. ഇന്ദ്രപദവി നേടി ഇന്ദ്രനെ ദേവന്മാരനൊക്കെ അവിടെ നിന്ന് ഓടിച്ചു. ഭൂലോകം മർത്യ പാതാളാദി സമസ്ത ദേവലോകങ്ങളും ഒരു രാജാവിൻ്റെ പോലെ അദ്ദേഹം ഭരിക്കുകയായിരുന്നു. അപ്പോൾ ഈ കോല മഹർഷിയുടെ തപസ്സും പിന്നെ ഈ ദേവന്മാരുടെ ഒരു വിഷമം എല്ലാം അറിഞ്ഞിട്ട് അവന് തപസ് നേടുമ്പോൾ സ്ത്രീ കൊണ്ട് മാത്രം ആദ്യം ചോദിച്ചത് എനിക്ക് മരണമേ വരാൻ പാടില്ല എന്നായിരുന്നു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ആ വരം കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ പറഞ്ഞു സ്ത്രീനെ ഉൾപ്പെടുത്തിയിട്ട് വേറെ ആരും എന്നെ കൊല്ലാൻ പറ്റില്ലാത്ത ഒരു വരം കൊടുക്കണമെന്ന്. അപ്പോൾ അദ്ദേഹം ഒരു പുച്ഛായിരുന്നു, സ്ത്രീകളെന്താ ചെയ്യാൻ പറ്റൂ എന്നെ എനിക്ക്. അപ്പോൾ ഈ ദേവന്മാരുടെ ഈ 33 കോടി ദേവന്മാരുടെ ശക്തി ഒരു സ്ഥലത്തിൽ ചേർന്നിട്ട് ഒരു സ്ത്രീ രൂപം കൊടുത്തു അവർ അതിന്. ആ സ്ത്രീ രൂപമാണ് മൂകാംബിക. മൂകാംബിക എന്ന് പേര് വരാൻ കാരണം ഈ കംഹാസുരൻ എന്ന് പറയുന്ന ദൈത്യൻ പിന്നെ വീണ്ടും ഈ സ്ത്രീ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ദേവന്മാർ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വീണ്ടും തപസ് ചെയ്തു. ഈ കംഹാസുരൻ എന്ന് പറയുന്ന രാക്ഷസൻ വീണ്ടും എനിക്ക് സ്ത്രീ കൊണ്ട് മരണം വരാൻ സാധ്യതയുണ്ട്, ഈ ദേവന്മാരെല്ലാം ചേർന്നിട്ട് ഒരു
ദിവ്യശക്തിയായ ഒരു സ്ത്രീനെ അവരവരെ ശക്തി കൊണ്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. ആ അവരവരുടെ ആയുധങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് കൊണ്ട് മരണം വരാൻ സാധ്യത ഉണ്ടെന്നിട്ട് വീണ്ടും ബ്രഹ്മാവിൻ്റെ തപസ് ചെയ്തു. തപസ് ചെയ്തപ്പോൾ ദേവന്മാർ വീണ്ടും സംകഷ്ടത്തിലായി. ബ്രഹ്മാവ് തപസ് ചെയ്തിട്ട് സന്തുഷ്ടനായാൽ വരം കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ വീണ്ടും ഇവർ ആ ദേവിനെ ഭജിച്ചു. അപ്പോൾ ദേവി ആ കമ്മാസുരനെ നാവിൽ നിന്ന് പുറത്തു വന്നു. അപ്പോൾ അവനിക്ക് വരം ചോദിക്കാനേ ആയിട്ടില്ല. അപ്പോൾ അവൻ ബ്രഹ്മാവിൻ്റെ മുമ്പേ മൂക്കനായിപ്പോയി. അപ്പോൾ ബ്രഹ്മാവ് ഇയാൾ പരിഹസിക്കുന്നുണ്ടെന്നിട്ട് ഈ മൂക്കനായിക്കോട്ടെ എന്ന് ശപിച്ചു. വരം ചോദിക്കാൻ വേണ്ടിയിട്ട് തപസ് ചെയ്തിട്ട് ശാപമെടുത്തു. അപ്പോൾ ദേവന്മാരുടെ കാര്യം നടന്നു. എന്നാൽ ഈ ലോകം മുഴുവൻ ഉപദ്രവിച്ചിരിക്കുന്ന ഈ രാക്ഷസൻ എല്ലാ സൽക്കർമ്മത്തിനും യാഗയജ്ഞം ഇതിനെല്ലാം തടസ്സമായിട്ട് നിൽക്കുന്ന ഈ രാക്ഷസനെ ദേവി വധിച്ചിട്ട് ആവുമ്പോൾ ദേവി എന്നാൽ കരുണാമയല്ലേ. അപ്പോൾ വധിക്കുമ്പോൾ അവനിക്ക് വാക്ക് കൊടുത്തു, അവനക്ക് എന്ത് വേണം ചോദിച്ചോളൂ വരം. അപ്പോൾ ദേവിയുടെ അടുത്ത് എനിക്ക് മോക്ഷമായിട്ടുള്ള കൈവല്യ പദം പിന്നെ ഞൻ്റെ പേരിൽ നീ ഇവിടെ ഇരുന്നിട്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കണം. അപ്പോൾ ആ മൂകാസുരൻ്റെ പേരിൽ മൂകാംബികയായിട്ടും കോല മഹർഷി തപസ് ചെയ്തത് കൊണ്ട് ഈ പ്രദേശത്തിന് കോലാപുരം കൊല്ലൂരായിട്ട് ഇതാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. ആദി ശങ്കരാചാര്യ സ്വാമികൾക്ക് ദേവി പ്രത്യക്ഷമായതിനെക്കുറിച്ചും അദ്ദേഹം ഇവിടെ ശ്രീചക്ര പ്രതിഷ്ഠ നടത്തിയതിനെക്കുറിച്ചും ഒക്കെ ഒന്ന് വിശദമാക്കാമോ? ഈ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതിയും ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരരും ഈ ദേവിയുടെ ഒരു 33 കോടി ദേവന്മാരെ ചേർന്നിട്ട് സൃഷ്ടിച്ച ആ ഒരു ശക്തി ആയതുകൊണ്ട് ആ ശക്തി ഇവിടെ ആ സ്വയംഭൂലി നിലനിന്നു. ആ ഇടത്ത് വശം കൂടുതലായതുകൊണ്ട് ഇവിടെ ശക്തിക്കാണ് പ്രാധാന്യം. ശങ്കരാചാര്യർ വരുന്ന മുമ്പേ ആ ജ്യോതിർമയ ലിംഗം എന്നാൽ ആ ശ്രീചക്രത്തിൻ്റെ ബിന്ദു മാത്രമായിരുന്നു. അദ്ദേഹം തപസ് ചെയ്തിട്ട് ആ ലിംഗത്തിലുള്ള ശക്തി, ഇപ്പോൾ ലിംഗം എന്ന് പറഞ്ഞാൽ നമുക്കത് കണ്ടാൽ ഒരു ഗോളക്കത്തിൻ്റെ പോലെ കാണും, അത് എന്താണെന്ന് മനസ്സിലാവില്ല. അതിൻ്റെ മധ്യത്തിൽ സ്വർണത്തിൻ്റെ രേഖയുണ്ടെങ്കിലും ഒരു ഇങ്ങനെ കാണാമെന്നല്ലാണ്ട് അതിൻ്റെ ഭാവം എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ശങ്കരാചാര്യർ തപസ് ചെയ്തിട്ട് ആ ഇതിൽ എന്ത് ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് സ്ത്രീ ശക്തിയാണ്, ശംഖചക്ര വരദാഭയുക്ത ഒരു ശക്തി, രാജരാജേശ്വരിയും ആദി മഹാലക്ഷ്മി ആയിട്ടുള്ള ഒരു ശക്തിയാണ്. ആ ശക്തിനെ അവർ ഹൃദയത്തിൽ കണ്ട ആ രൂപം അവിടെ ശ്രീചക്ര യന്ത്രം എഴുതിയിട്ട് പ്രതിഷ്ഠാപിച്ചു. അപ്പോൾ കാണുന്ന വിഗ്രഹം അദ്ദേഹം പ്രതിഷ്ഠാപിച്ചതാണ്. അതിൻ്റെ താഴെയുള്ള സ്വയംഭൂ അത് താപസമന്വന്തരത്തിൽ ഉദ്ഭവമായതാണ്. ഈ ശിവലിംഗം ആ തൊട്ട് മുൻപിൽ കാണുന്ന ആ ഒരു പീഠത്തിലുള്ളതാണ് സ്വയംഭൂ ശിവലിംഗം അല്ലേ? അതാണ് ആ ഒരു രണ്ട് രേഖ രണ്ടായിട്ട്. അതെ 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 അതെ. ഇപ്പം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഒരു കേരളത്തിലല്ല നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്ര അനവധി മലയാളികളാണ് ഇവിടെ ദിവസവും വന്നു പോകുന്നത്. ശരിക്കും ഈ മലയാളികൾക്ക് ഈ ഒരു ക്ഷേത്രവുമായിട്ട് ഇത്രയധികം ബന്ധമുണ്ടാകാനുള്ള ആ ഒരു സാഹചര്യം എന്താണ്? ആദിശങ്കര ഭഗവത്പാദർ കേരളത്തിൻ്റെ കാലട്ടിയിൽ ജനിച്ചത് കൊണ്ട് അദ്ദേഹം പ്രതിഷ്ഠിച്ചതായതുകൊണ്ട് ഇവിടെ കൂടുതൽ എത്രയോ ക്ഷേത്രം അദ്ദേഹം കേരളത്തിൽ തന്നെ പ്രതിഷ്ഠിച്ചതായാലും ഇവിടെ ഒരു വിശേഷമായിട്ടുള്ള 33 കോടി ദേവന്മാരുടെ സാന്നിധ്യം ഉള്ള ഒരു വിശേഷ ക്ഷേത്രമായതുകൊണ്ട് ആദിശങ്കര ഭഗവത്പാദരുടെ പ്രിയപ്പെട്ട സ്ഥലം. അതിൻ്റെ കൂടെ അവർ ആ ദേവീനെ കണ്ടത് ആ ഒരു
കണ്ടിട്ട് ഇവിടെ സൗന്ദര്യലഹരി യതി ശിവശക്തിയായുക്തോ യതി ഭവതി രക്തഃ പ്രഭവിതും എന്നിട്ട് നചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമപ്പി എന്നിട്ട് ശിവനും ശക്തിയും ഒന്നായിട്ടുള്ള ഒരു സ്ഥലം പ്രപഞ്ചത്തിൽ എവിടെയും ഇല്ല, ഇവിടെ മാത്രമാണ്. മിഥുന ലിംഗം എന്നാൽ ഈ 12 ആത്മലിംഗങ്ങളുണ്ട്. ശിവൻ്റെ ആത്മലിംഗം ഒന്നാണ്. പിന്നെ 12 ജ്യോതിർലിംഗമുണ്ട്. അങ്ങനെ ഇതൊരു മിഥുന ലിംഗം ഉള്ളത് പ്രപഞ്ചത്തിൽ ഒന്ന് തന്നെയാണ്. സ്വർണരേഖാങ്കിതം ലിംഗം നാസ്തി നാസ്തി ജഗത്രയെ വാമഭാഗാധികം ലിംഗം ന ഭൂതോ ന ഭവിഷ്യതി എന്നിട്ട് ഈ സ്വർണരേഖയും വാമഭാഗ അധികമുള്ള ഈ ഒരു ശക്തിക്ഷേത്രം ന ഭൂതോ ന ഭവിഷ്യതി, ഇനി ആയിട്ടില്ല, ആവാൻ പോകുന്നതുമില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള വിശേഷ ആ ഒരു ലിംഗമായതുകൊണ്ട് ആ ലിംഗത്തിൻ്റെ ദർശനാർത്ഥിയായിട്ട് അദ്ദേഹം വന്നിട്ട് തപസ് ചെയ്തിട്ട് പ്രതിഷ്ഠാപിച്ച വിഗ്രഹമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതൃഭൂമി കേരളം ആയതുകൊണ്ട് കേരളത്തിൽ നിന്ന് കുറേ ആൾ ഇവിടെ വന്നിട്ട് ഒരു 85% കേരളത്തിൽ നിന്ന് തന്നെ വന്നിട്ട് ഭഗവതിനെ തൊഴുന്നതാണ് സമ്പ്രദായം. ആദി ശങ്കരാചാര്യസ്വാമികളുമായി ബന്ധപ്പെട്ട ആ ഒരു ഐതിഹ്യപ്രകാരം മൂകാംബികാദേവിയുടെ ഒരു ചൈതന്യം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ ഉണ്ടാവുന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐതിഹ്യത്തിൻ്റെ അടിസ്ഥാനം ഒന്ന് പറയാമോ? അങ്ങനെ പറയുന്നത് ആളുകളുടെ ഇടയിൽ പറയുമെന്നല്ലാണ്ട് പുരാണത്തിൽ അങ്ങനെ പറയുന്നില്ല, അങ്ങനെ ഒന്നുമില്ല. എന്നാൽ ഇത് ചോറ്റാനിക്കരയുടെ മുമ്പേ തന്നെ ഉദ്ഭവിച്ച ലിംഗമാണ്. ചോറ്റാനിക്കര അദ്ദേഹം ശങ്കരാചാര്യർ എന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചതാണെന്ന് എനിക്ക് അറിഞ്ഞത്. ഇത് അവിടെ അത് ശങ്കരാചാര്യർ വരുന്ന മുമ്പേ തന്നെ താപസ മന്വന്തരം, ഒരു മന്വന്തരം വന്നാൽ 72 യുഗം കഴിഞ്ഞാൽ ഒരു മന്വന്തരാണ്. അതിൻ്റെ മുമ്പേ ഉള്ള ഒരു മിഥുന ജ്യോതിർമയ ലിംഗമാണ്. ശങ്കരാചാര്യർ ഇവിടെ ഭക്തന്റെ പോലെ മുന്നിട്ട് തൊഴാൻ വരുമ്പോൾ അദ്ദേഹത്തിന് ഈ ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മിഥുന ലിംഗം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് തൊഴാൻ വന്നപ്പോൾ ആണ് അദ്ദേഹനിക്ക് ഇവിടുത്തെ ആ ശക്തി മനസ്സിലായിട്ട് അദ്ദേഹം പ്രതിഷ്ഠാപിച്ചത്. ഇത് അതിൻ്റെ മുമ്പേ തന്നെ ഈ ലിംഗം അതിൻ്റെ പൂജാ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ കുറേ കഥകൾ പറയും. അതിന് പൗരാണികമായ ഒരു അടിസ്ഥാനമില്ല, ഒരു അടിസ്ഥാനവും ഇല്ല. ഈ ക്ഷേത്രവും വേറെ ക്ഷേത്രമായിട്ട് ഒരു ബന്ധവും ഇല്ല, ഏത് ക്ഷേത്രമായിട്ടും ബന്ധമില്ല. ഇത് ഒരു പ്രത്യേക ഒരു ക്ഷേത്രമാണ്. പിന്നെ അവിടെ ഈ കഥകൾ, ഇങ്ങനത്തെ കുറേ കഥകൾ നമുക്ക് തന്നെ ആദ്യം കേൾക്കുന്ന കുറേ കഥകൾ ഉണ്ടാവും. കൊടച്ചാദ്രി എന്നാൽ കൊടച്ചാദ്രിയിൽ ഇത് പണ്ട് കൊടച്ചാദ്രിയുടെ സാനുപ്രദേശമാണ്. ഇത് കൊടച്ചാദ്രിയുടെ കൂടെ ചേർത്ത് ഇരിക്കുന്ന ഒരു പ്രദേശമാണ്. കൊടച്ചാദ്രിയും ഇതും വേറെ അല്ലായിരുന്നു ഒരു കാലത്ത്. ഇപ്പോൾ അത് ഈ നമ്മളെ വേറെ ഡിസ്ട്രിക്റ്റായിട്ട് ഇതായി മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പണ്ട് ഇത് ശങ്കരാചാര്യർ വരുമ്പോൾ രണ്ടും ഒരേ സാനുപ്രദേശ, എന്നാൽ അതിൻ്റെ കൂടെ ചേർത്ത് നിൽക്കുന്ന പ്രദേശം ആയിരുന്നു. ഈ കൊടച്ചാദ്രി എന്നാൽ ഈ രാവണ യുദ്ധത്തിൽ ലക്ഷ്മണനിക്ക് മൂർച്ഛാവസ്ഥ വന്നു. അപ്പോൾ ഹനുമാന് മൃതസഞ്ജീവിനി കൊണ്ടുവരാൻ ജാംബവാൻ പറഞ്ഞിട്ട് ഹനുമാൻ മൃതസഞ്ജീവിനി കൊണ്ടുവരാൻ പോയി. അപ്പോൾ മൃതസഞ്ജീവിനി കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം താഴെ വീഴുന്നു. ആ വീഴുന്ന ഒരു പ്രദേശമാണ് ഇതാണ് ഈ കുടച്ചാദ്രി. കുടച്ച പർവ്വതാഭിക്യ സഞ്ജീവക
ദ്രേഹേ എന്നിട്ട് അവിടെ കുടച്ച എന്ന് പറയുന്ന ഔഷധി സസ്യവും അതിൻ്റെ കൂടെ മൃതസഞ്ജീവിനി ചെടികളും ഒക്കെ അവിടെ ഉണ്ട്. അവിടെയാണ് ഈ സൗപർണിക ഉദ്ഭവമാവുന്നത്. ചതുഷ്ഷഷ്ടി ദിവ്യൗഷധ ദിവ്യതീർത്ഥ സിദ്ധഗന്ധർവാദി വൃന്ദാരക വൃന്ദ സമാശ്രിത കുടച്ച പർവ്വതാഭിക്യ സഞ്ജീവത് കാഗ്രേ എന്നിട്ട് ഈ കുടച്ചാദ്രിയിൽ എല്ലാ സിദ്ധന്മാരും ഗന്ധർവരും ഇവരൊക്കെ തപസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇന്ന് ചതുഷ്ഷഷ്ടി ദിവ്യൗഷധ ദിവ്യതീർത്ഥ ഈ എല്ലാ തീർത്ഥങ്ങളും എല്ലാ ഔഷധീയ സസ്യത്തിൻ്റെ ഒരു ചേർത്തിട്ട് വരുന്ന ഒരു തീർത്ഥമാണ് ഈ സൗപർണിക. ഈ കൊടച്ചാദ്രി കൊല്ലൂർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ജിയോഗ്രഫിക്കലി വേറെ ആയിട്ടുണ്ടല്ലാണ്ട് ഈ നമ്മളുടെ പുരാണം പ്രകാരം രണ്ടും ഒന്ന് തന്നെയാണ്. കൊടച്ചാദ്രിയുടെ ഒരു സാനുപ്രദേശമാണ്, എന്നാൽ കൊടച്ചാദ്രിയുടെ കൂടെ ചേർത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒരു ആചാര്യസ്വാമികൾ തപസ് ചെയ്ത ഒരു ഭാഗമാണ് അവിടെ സർവജ്ഞപീഠമായിട്ടുള്ളത് അല്ലേ? അതെ അതെ. ചിത്രമൂല സർവജ്ഞപീഠം അദ്ദേഹം തപസ് ചെയ്ത പീഠമാണ് അവിടെ ഉള്ളത്. അവിടെ പർവ്വതേശ്വരനും പാർവതിയും ഗണപതിയും പണ്ട് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെയുള്ള ഒരു വിശിഷ്ടമായ പർവ്വത പ്രദേശമാണ്. അവിടെ അദ്ദേഹം തപസ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ മനസ്സിലായത് ഈ ഇങ്ങനെ ഇതിൻ്റെ സാനുപ്രദേശത്തിൽ ഒരു വിശേഷമായ ഒരു ഈ ലിംഗം ഉണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം ഇവിടെ തൊഴാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ അപൂർവമായ ശക്തിയുള്ള ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്നിട്ട് അദ്ദേഹം തപസ്സിൽ കണ്ട ആ ഒരു രൂപം പ്രതിഷ്ഠാപിച്ചു. അവിടെ ആ കാലഭൈരവ ക്ഷേത്രത്തിന് സമീപത്തായിട്ടൊരു വലിയ ഇരുമ്പ് ശൂലം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ പറഞ്ഞു കേട്ട കഥകളനുസരിച്ച് അതിൻ്റെ അഗ്രം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അതൊക്കെ കഥകളാണ് അല്ലേ? നമുക്കൊരു അടിസ്ഥാനമില്ല. എന്നാൽ പണ്ട് ഞാൻ പറഞ്ഞത് കേട്ടത് എനക്കും അതിൻ്റെ ഈ മിന്നൽ വരാണ്ട് ഇരിക്കാന് പണ്ട് ഈ ഒരു ഈ ചാലകമായിട്ട് വെക്കുമായിരുന്നു. അത് ഈ സർവജ്ഞപീഠത്തിൻ്റെ പിൻവശം ഉണ്ടായിരുന്നു അത്ര. പിന്നെ അതെന്തോ താഴെ വീഴ്ന്നിട്ട് അത് ഇവർ താഴെ കൊണ്ടുവന്നു. പിന്നെ എന്തെന്തോ അതിൻ്റെ കഥകൾ തുടങ്ങി അങ്ങനെ വരുന്നതാണ്. അതിന് യാതൊരു അടിസ്ഥാനവും ഉള്ളതല്ല. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരാള് എന്തോ ഒരു പറയും, അതൊക്കെ വേദം എന്ന് പറയാനാവില്ല. വേദം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആചാര്യന്മാർ കണ്ട സത്യമാണ്. അതാണ് വേദം. അപൗരുഷയമാണ് വേദം എന്ന് പറഞ്ഞാൽ. അത് പുരുഷപ്രയത്നം കൊണ്ട് വന്നതല്ല. ആചാര്യർ അല്ല പൂർവ്വ ഋഷികൾ തപസ്സിലിരിക്കുമ്പോൾ അവർ അന്തരംഗത്തിൽ നിന്ന് വന്ന ഒരു ശബ്ദമാണ് വേദം. അങ്ങനെ ആ വേദത്തിൻ്റെ സാരം പുരാണങ്ങളാണ്. ആ പുരാണങ്ങളിൽ എവിടെയെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കത് അടിസ്ഥാനമായിട്ട് വിശ്വസിക്കാൻ പറ്റും. ഇപ്പോൾ ഭാരതത്തിൽ കുറേ ക്ഷേത്രങ്ങളുണ്ട്. അതിൻ്റെ പറ്റി എല്ലാ പുരാണത്തിലും ഉണ്ട്. സ്കാന്ദ പുരാണത്തിലും ഉണ്ട്. ഇപ്പോൾ ഗുരുവായൂർ പറ്റി വേറെ ഒരു പുരാണത്തിലും ഉണ്ടാവും. ഇപ്പോൾ കൊടുങ്ങല്ലൂർ പറ്റി ഒരു പുരാണത്തിലും ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഈ മൂകാംബികയുടെ പറ്റി ഉള്ളത് സ്കാന്ദ പുരാണത്തിലാണ്. ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ട്, ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ അതിലില്ല. അപ്പോൾ അതിലില്ലാത്തത് നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. പിന്നെ വേറെ കുറേ കഥകളും കുറേ കാര്യങ്ങളും ചേർന്നിട്ട് ഇപ്പോൾ ആളുകൾ 10 കാര്യം ഒരാൾ പറയുമ്പോൾ അത് 10 പിന്നെ ഒരു 20 ജനത്തിൻ്റെ ഇടയിൽ പോയിട്ട് ഇപ്പോൾ ഈ വാട്സപ്പും പിന്നെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഓരോരാൾ തോന്നിയ പോലെ അവരുടെ രീതിയിൽ അതെ പറയും. നമുക്കതൊന്നും നിഷേധിക്കാൻ ആവശ്യമില്ല. പക്ഷെ അടിസ്ഥാനമില്ല. അടിസ്ഥാനമില്ല. നമുക്ക് വിശ്വസിക്കുന്നത്
ആ ഇവിടുത്തെ സ്ഥലപുരാണത്തിൽ ഉള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് വിശ്വസിക്കാം. ഈ ബാലാമന്ത്രവുമായി ബന്ധപ്പെട്ട്, അതായത് ഐം ക്ലീം സൗ മന്ത്രങ്ങളുമായി ബന്ധിച്ച് കൊല്ലൂർ, കമലശില, സൗക്കൂർ ഈ ഒരു 3 ക്ഷേത്രങ്ങളുമായി ബന്ധിച്ചൊരു കഥ പറഞ്ഞു കേട്ടു. അങ്ങനെ ഒന്നുമില്ല. ഇവിടെയും വേറെ യാതൊരു ക്ഷേത്രമായിട്ട് ഒരു ബന്ധവും ഇല്ല. അതിപ്പോൾ എന്താണെന്നാൽ ഒരു ക്ഷേത്രം, ഇപ്പോൾ ഒരു മഹാക്ഷേത്രമായിട്ട് ചില സ്ഥലങ്ങളുണ്ടാവും. ഇപ്പോൾ ശബരിമല ഉണ്ടാവും, ഗുരുവായൂരുണ്ടാവും, കൊടുങ്ങല്ലൂരുണ്ടാവും. പിന്നെ അങ്ങനെ കുറേ സ്ഥലങ്ങൾ, മൂകാംബിക ഉണ്ട്, ഗോകർണം ഉണ്ട്, പിന്നെ അങ്ങനെ കുറേ ഇപ്പോൾ സ്ഥലങ്ങളുണ്ടാവും. ആ സ്ഥലങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ജനങ്ങൾ കൂടുതൽ പോകുന്നത് കൊണ്ട് ഈ മഹാക്ഷേത്രങ്ങളിൽ ആ മഹാക്ഷേത്രം ആവാൻ അതിൻ്റെ ഒരു ചിട്ടകളുണ്ട്. അതിന് പൂജകൾ, ഇത്ര പൂജകൾ വേണമെന്നുണ്ട്. അവിടുത്തെ ഉത്സവങ്ങൾ, ഇങ്ങനത്തെ ഉത്സവങ്ങൾ വേണമെന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് മാത്രം മഹാക്ഷേത്രമാവും. ആ മഹാക്ഷേത്രത്തിൽ ഈ മഹാത്മാക്കൾ വന്നിട്ട് പോകുമ്പോൾ, എന്നാലിപ്പോൾ ശങ്കരാചാര്യരുടെ പോലെ മഹാത്മന്മാർ ഇത് പ്രതിഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ശക്തി കൂടും. ആ ശക്തി കൊണ്ടാണ് ആളുകൾ അവിടെ വരുന്നതും തൊഴുന്നതും അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നതും. അവരുടെ ഒരു ക്ഷേത്രങ്ങളെന്നാൽ നമ്മളുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമല്ല. ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുടെ ആത്മാഭിവൃദ്ധിക്കുള്ള സ്ഥലങ്ങളാണ്. ആ കാര്യം അതാണ് തപോഭൂമി എന്നാണ്. തപസ് ചെയ്യാനും ഉള്ള ഭൂമിയാണ്. അപ്പോൾ ഈ സ്ഥലത്തിൽ ഇപ്പോൾ ആളുകൾ വന്നിട്ട് അവരുടെ കാര്യങ്ങളും, അപ്പോൾ കാര്യസാധ്യവും അതിൻ്റെ കൂടെ നടക്കും. എന്നാൽ അതിൻ്റെ മുഖ്യ ഉദ്ദേശം ഇതാണ്, ആത്മോദ്ധാരമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചില ദൈവികമായിട്ടും നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ നമ്മളുടെ ഐഹികമായിട്ടുള്ള കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് സഹജമല്ല. അപ്പോൾ അത് നടക്കുമ്പോൾ ആളുകൾ കൂടുമ്പോൾ ഈ ഓരോരോ ക്ഷേത്രത്തിൻ്റെ കൂടെ മറ്റൊരു ക്ഷേത്രമെ കണക്ട് ചെയ്തിട്ട് പറയും. അത് സ്വാഭാവികമാണ്. അതിന് ഇവിടെ ഉള്ള വിഷയത്തിന് യാതൊരു ഇത് മാത്രമാണ്. മറ്റ് ശാഖകളില്ല, മറ്റ് ബന്ധമില്ല, ഒന്നുമില്ല. ഗഗനാകാരം സാഗരം സാഗരോപ്പമാനിട്ട് നമുക്ക് ഗഗനത്തിന്, എന്നാൽ ആകാശത്തിന് വേറെ ഒരു ആകാശം ഉദാഹരിക്കാൻ പറ്റില്ല. സാഗരത്തിന് വേറെ ഒരു സാഗരം മറ്റൊരു ഉദാഹരിക്കാൻ വേറെ ഇല്ല. അങ്ങനെ ഇതൊരു ക്ഷേത്രം, ഈ ക്ഷേത്രം തന്നെയാണ്. മറ്റേ ക്ഷേത്രത്തിന് ഇതില്ല എന്നല്ല, മറ്റേ ക്ഷേത്രത്തിന് പ്രാധാന്യം ഇല്ല എന്നല്ല. ആ ക്ഷേത്രത്തിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടാവും, ഈ ക്ഷേത്രത്തിന് ഇതിൻ്റെതായ പ്രാധാന്യം. അപ്പോൾ അത് ഓരോ ക്ഷേത്രം കണക്റ്റ് ആക്കിയിട്ട് പറഞ്ഞിട്ട് ഓരോ കാര്യവും ഒരു ആവശ്യമില്ല. ഇപ്പോൾ വലിയ ക്ഷേത്രങ്ങൾ, ഗുരുവായൂർ വലിയ ക്ഷേത്രമാണ്, കൊടുങ്ങല്ലൂർ വലിയ ക്ഷേത്രമാണ്, ചോറ്റാനിക്കര വലിയ ക്ഷേത്രമാണ്, അങ്ങനെ കുറേ ക്ഷേത്രങ്ങൾ ഉണ്ട്. ഇവിടെ ഗോകർണമുണ്ട്, വലിയ ക്ഷേത്രമാണ്. ശിവന്റെ ആത്മലിംഗം ഉള്ള സ്ഥലമാണ്. അങ്ങനെ 12 ജ്യോതിർലിംഗമുണ്ട്, വലിയ ക്ഷേത്രമാണ്. ബദ്രിനാഥ് വലിയ ക്ഷേത്രമാണ്, കേദാർനാഥ് വലിയ ക്ഷേത്രമാണ്. അങ്ങനെ അതും ഇതായിട്ട് മറ്റൊരു ക്ഷേത്രമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ക്ഷേത്രം മുകളിലും ഒരു ക്ഷേത്രം താഴെയോ ആവുന്ന ആവശ്യമില്ല. എല്ലാ ക്ഷേത്രവും ഒരേപോലെ തന്നെയാണ്. പിന്നെ ഈ പുരാണത്തിൽ ഇല്ലാത്തത് നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഞാനോ നിങ്ങളോ പറഞ്ഞിട്ട് അത് എന്താ ആവശ്യം? ഇപ്പോൾ ഇവിടുത്തെ മാഹാത്മ്യം വേറെ ഒരു ക്ഷേത്രം കൊണ്ട് ഇനി മുകളിൽ പോകാനൊന്നുമില്ല. വേറെ ക്ഷേത്രം ഇവിടുത്തെ മാഹാത്മ്യം കൊണ്ട് താഴെ വരാനും ഇല്ല. അപ്പോൾ എങ്ങനെ അത് പറയുന്ന ആവശ്യം? തീർച്ചയായും ഞാനതൊന്ന് ക്ലിയർ ചെയ്യാൻ ചോദിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അതിങ്ങനെ കുറച്ച് പേർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട്. തീർച്ചയായിട്ടും അല്ല, ഞാനും അത് എനിക്ക് തോന്നാണ്ടിരുന്നില്ല, പക്ഷെ അതൊന്ന് അങ്ങ് പറയുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അതെ, നമ്മളുടെ പുരാണത്തിൽ ഇല്ല.
അപ്പോൾ ആളുകൾ പറയുന്നത് അങ്ങനെ കുറേ കഥകൾ പറയും. ഈ വൈകുന്നേരം നമ്മൾ അത്താഴപൂജ കഴിഞ്ഞിട്ട് ഒരു കഷായം സേവിക്കാൻ കൊടുക്കുന്നുണ്ടല്ലോ, അതെ, അതൊന്ന് പറയാമോ? അത് കഷായം വന്നാൽ അതിൽ ഒരു 8 വിധമായിട്ട് ഈ ചുക്ക്, പിപ്പലി, ശർക്കര, പിന്നെ കുരുമുളക്, ഇങ്ങനെയുള്ള ചില 8 ഔഷധീയ ഗുണമുള്ള പദാർത്ഥങ്ങൾ ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അമ്മയ്ക്ക് ഏറ്റവും അവസാനം നിവേദിക്കുന്ന ഒരു വിശേഷമായ തീർത്ഥമാണ് ഇത്. ഈ ഭക്തന്മാർക്ക് ഉള്ള ഒരു ആരോഗ്യപരമായിട്ടുള്ള വിഷയത്തിന് കുറേ ആൾ വന്നിട്ട് അത് സേവിച്ചിട്ട് അവർക്ക് അവരുടെ ദൈഹികമായ ആരോഗ്യം, പിന്നെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ, ഇങ്ങനെയുള്ളത് ഒക്കെ പരിഹരിക്കാനുള്ള ഒരു വിശേഷ ദിവ്യൌഷധ ആണ് ആ തീർത്ഥം. ഈ കഷായ നിവേദ്യവുമായി ബന്ധപ്പെട്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്. അതായത് ശങ്കരാചാര്യ സ്വാമികൾ ഇവിടെ തപസ് ചെയ്തിരുന്ന ആ കാലത്ത്, അപ്പോൾ അദ്ദേഹത്തിന് ഇവിടുത്തെ കഠിനമായ തണുപ്പൊക്കെ ഏറ്റ് പനി അതുപോലെ എന്തൊക്കെയോ അസുഖങ്ങൾ വരികയും അദ്ദേഹത്തിന് ആ ഒരു ക്ഷീണാവസ്ഥയിൽ ഇരുന്ന സമയത്ത് ദേവി ഒരു സ്ത്രീരൂപത്തിലൊരു കഷായം അദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തു. അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ പുരാണത്തിൽ പറഞ്ഞിട്ടില്ല. ശരി ശരി ശരി. പറ്റിയുള്ളത് ശങ്കര ദിഗ്വിജയാണ്, അതിലും ഇല്ല. ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ ഈ ഒരു ക്ഷേത്രമാവുമ്പോൾ പല പല കഥകൾ ഉണ്ടാവും. കുറേ കഥകൾ അങ്ങനെ നടക്കും. അങ്ങനെ കേൾക്കാന്നേ ഉള്ളൂ, കേൾവിക്കൊരു രസം, അത്രേ ഉള്ളൂ. അത് അങ്ങനെ മറ്റൊരു കഥയുണ്ട്. ആദിശങ്കർ ഇവിടെ വന്നപ്പോൾ അവർ ശിവൻ തന്നെ, പ്രപഞ്ചത്തിൻ്റെ എല്ലാ ശിവൻ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം ശിവോഹം ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം എന്നിട്ട് അദ്ദേഹം എഴുതിയ സ്തോത്രം ഉണ്ടല്ലോ, ആ ഒരു മാനസിക അവസ്ഥയിലായിരുന്നു. ഇവിടെ വന്നപ്പോൾ അദ്ദേഹം അശക്തനായി. അപ്പോൾ ദേവി തന്നെ അദ്ദേഹത്തിന് ഒരു പാല് അങ്ങനെ എന്തോ ഒരു ഇത് കൊടുത്തു. അപ്പോൾ അദ്ദേഹം ശക്തനായി. അപ്പോൾ മനസ്സിലായി പ്രപഞ്ചത്തിൻ്റെ കാരണം ശിവൻ മാത്രമല്ല, ശക്തി കൂടെ ആണ്. ശക്തിയാണ് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ധരിക്കുന്നത്. എന്നിട്ട് ശിവശക്തി ആയുക്തോ എന്നിട്ട് സ്തോത്രം എഴുതി. എന്നിട്ട് ഒരു കഥയാണിത്. ഇത് പുരാണത്തിലുള്ളതൊന്നും അല്ല. ഇങ്ങനത്തെ കുറേ കഥകളുണ്ട്. ഇപ്പം അങ്ങേ പറഞ്ഞ ഒരു കഥ ഞാൻ ഇന്ന് കേട്ടതാ. അല്ല, അങ്ങനെ ഒരു കഥ എങ്ങനെ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വല്ലാത്തൊരു രോഗാവസ്ഥ വന്നപ്പോൾ ദേവി തന്നെ സ്വപ്നത്തിൽ നിർദ്ദേശിച്ചതാണ് ഈ ഒരു കഷായം. പറയാം, കുഴപ്പമില്ല. ഇല്ല കേട്ടോ, ഞാൻ ഈ ഒരു കഥ, ഇങ്ങനെയുള്ള കഥകളുടെ ആൾക്കാർക്കൊന്ന് മനസ്സിലാവണല്ലോ. ഇങ്ങനത്തേത് കുറേ കഥകളുണ്ടാവും, നമ്മളത് നിഷേധിക്കാൻ പറ്റില്ല. പണ്ട് മുതലേ കഥയും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. എന്താന്നാൽ അത് അവരുടെ ഭാവമാണ്. ഇപ്പോൾ ഞാൻ ദേവീനെ ദേവി പോലെ കാണും, മറ്റൊരാൾ ഞാൻ ശിവൻ പോലെ കാണും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സൗകര്യമാണ്, സന്തോഷമാണ്, ചെയ്തോട്ടെ. നമ്മളല്ല എന്ന് പറയേണ്ട കാര്യമില്ല. നിഷേധിക്കുന്ന ഒരു കാര്യവും നിഷേധിക്കേണ്ട ആവശ്യമില്ല. ചോദിക്കാമെന്നറിയില്ല, ഇവിടെ ശരിക്കും ത്രിപുരസുന്ദരി എന്നുള്ളൊരു ഭാവത്തിലാണോ പൂജ, അതോ ദുർഗാവിധാനത്തിലാണോ? മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഈ 3 ശക്തികളും ഐക്യമായിട്ടുള്ള മൂകാംബിക എന്ന് പറയുന്ന ദേവിക്കാണ് പൂജ. വിശേഷാൽ മൂലവും ധ്യാനവും ഒക്കെ ഉണ്ട് അല്ലേ? അതെ അതെ അതെ. ഈ ഈ 3 ഐക്യമായിട്ട് വരുന്ന ധ്യാനവും മൂലമന്ത്രങ്ങളൊക്കെ ചേർന്നിട്ടുള്ള വ്യത്യാസമാണ് ഒരു പൂജാവിധാനമാണ്. ഉദ്ഭവലിംഗവും മുകളിൽ കാണുന്ന വിഗ്രഹവും രണ്ടും ഒരേയാണ്. അതാണ് അവിടെയുള്ള ലിംഗത്തിന് മാത്ര പൂജ, അഭിഷേക അർച്ചന നൈവേദ്യങ്ങളൊക്കെ ആ ലിംഗത്തിന്, നമ്മളെ തിരുവാഭരണങ്ങളൊക്കെ വെച്ച് അലങ്കരിക്കുന്നത് മുകളിലുള്ള ഒരു ബഹുവേരം എന്നുള്ളൊരു സമ്പ്രദായം, ഒരു ബഹുവേരായിട്ടുള്ള സമ്പ്രദായം പോലെ എന്ന് കണക്കാക്കിയാൽ മതി അല്ലേ? എന്നാൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെയുള്ള ശക്തി അവിടെയുണ്ട്, അവിടെയുള്ള ശക്തി ഇതാണ്. ഇത് അതും അദ്വൈതാണ്, രണ്ടും. ശരി ശരി.
പിന്നെ ആൾക്കാർക്കൊന്നും മനസ്സിലാകുന്നതിന് വേണ്ടി ഇവിടെ കഴിപ്പിക്കാവുന്ന കേരളത്തിൽ നിന്ന് വ്യത്യാസമാണല്ലോ ഇവിടുത്തെ വഴിപാടുകളും രീതികളും ഒക്കെ. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് കഴിപ്പിക്കാവുന്ന പ്രധാനപ്പെട്ട വഴിപാടുകൾ എന്തൊക്കെയാണ്? ഇവിടെ എല്ലാം 365 ദിവസം എല്ലാ ദിവസവും വിദ്യാരംഭം ഉണ്ടാവും കുട്ടികൾക്ക്. പിന്നെ അഭിഷേക അർച്ചന നിവേദ്യങ്ങൾ എല്ലാം ഉണ്ടാവും. അതിൻ്റെ പൂജകൾ ഉണ്ടാവും. സർവാലങ്കാര പൂജ എന്നുണ്ട്. ദേവിക്ക് ത്രിമധുര നിവേദ്യമുണ്ട്. അങ്ങനെ പായസ നിവേദ്യമുണ്ട്. അങ്ങനെ ഈ എല്ലാ പഞ്ചഭക്ഷ പരമാന്നമായിട്ട് പഞ്ചഭക്ഷങ്ങളൊക്കെ ചെയ്തിട്ട് നിവേദ്യങ്ങളുണ്ട്. പിന്നെ കഷായം ഉണ്ട്. അപ്പോൾ രാവിലെ ഒരു ചുക്കും ശർക്കരയും ചേർന്നിട്ടുള്ള ഒരു ദന്തധാവന പൂജ എന്നാവും. ആ പൂജയ്ക്ക് ചുക്കും ശർക്കരയും ചേർന്നിട്ട് നിവേദ്യിക്കുന്നുണ്ട്. ദന്തധാവന എന്നാൽ പല്ല് തേക്കുന്നതാണ്. അപ്പോൾ അത് ആദ്യത്തെ നിവേദ്യം അതാണ്. പിന്നെ ത്രിമധുര നിവേദ്യമുണ്ട്. അതൊക്കെ പുറത്ത് ഭക്തന്മാർക്ക് കൊടുക്കും. അങ്ങനെ പ്രത്യേകിച്ചിട്ട് വഴിപാട്. പിന്നെ ചണ്ഡികാ ഹോമം ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഓൺലൈനാണ്. അങ്ങനെ ബാക്കിയുള്ള വഴിപാടുകളൊക്കെ ഇവിടെ വന്നിട്ട് ചീട്ടാക്കിയിട്ട് ചെയ്യാം. പിന്നെ ഈ ചണ്ഡികാ ഹോമമൊക്കെ ഓൺലൈനിൽ ഇപ്പോൾ ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉദയാസ്തമാന പൂജയുണ്ട്, മഹാപൂജ ഉണ്ട്. അങ്ങനെ ദേവിക്കുള്ള വിശേഷമായിട്ടുള്ള വഴിപാടുകളാണ്. ഈ ശങ്കരാചാര്യരെ നിശ്ചയിച്ച പ്രകാരമുള്ള പൂജാവിധികളാണ് ഇവിടെ നടന്നു വരുന്നത്. ശങ്കരാചാര്യരാണ് ഇവിടുത്തെ പൂജാവിധികൾ നിശ്ചയിച്ചത്. ഈ മാധ്വ സമ്പ്രദായം ആ ഒരു തുളു സമ്പ്രദായം അനുസരിച്ചുള്ള പൂജാവിധികളല്ല അല്ലേ? കേരളാചാരമായിട്ട് ബന്ധമുണ്ടോ? കുറച്ചുണ്ട്. ഒരു 50% ബന്ധമുണ്ട്. പൂജയുടെ കുറച്ച് സാമ്യങ്ങളുണ്ട്. അല്ലാണ്ട് വേറെ ഇതല്ല. സ്മാർത്ത സമ്പ്രദായം ആദിശങ്കര ഭഗവത്പാദർ നിശ്ചയിച്ച സ്മാർത്ത ബ്രാഹ്മിൻസ് ആണ് ഇവിടെ അടിക എന്ന് പറഞ്ഞിട്ടുള്ള സർനെയിമിൽ ഉള്ളവർ. സ്മാർത്ത സമ്പ്രദായം തുളു അല്ല അല്ലേ? അല്ല അല്ല. മാധ്വ അല്ല. അല്ല അല്ല അല്ല. പൂജാപാത്രങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതായത് 2 കിണ്ടി, ശംഖുകാല, ചന്ദനോടം, ആ ഒരു ഉണ്ട്. കിണ്ടിയില്ല. നമുക്കിവിടെ അഭിഷേകം ചെയ്യാൻ മാത്രമാണ്. പിന്നെ ഘണ്ടാമണിയും ശംഖും മറ്റേതൊക്കെ ചന്ദനം അതെല്ലാം മറ്റേ പോലെയാണ്. അവിടെ ചില ന്യാസങ്ങളൊക്കെ കൂടി ഉണ്ടാവും അവിടുത്തെ പൂജയ്ക്ക്. ഇവിടുത്തെ പൂജയ്ക്ക് അത്ര ന്യാസങ്ങളൊക്കെ അങ്ങനെ വ്യത്യാസമുണ്ട്. രാവിലെ ഒരു ഗോപൂജ ഉണ്ടല്ലേ ഇവിടെ? അതെ. ആദ്യം തുറന്നിട്ട് ദേവിക്ക് പൂജ ചെയ്യുന്ന മുമ്പേ ഗോപൂജ ചെയ്യും. എന്നാൽ 33 കോടി ദേവന്മാരുടെ ഒരു സ്വരൂപമാണ് ഗോദേവി. ഗാവോമേ അഗ്രത സന്തു ഗാവോമേ സന്തു പൃഷ്ഠതഃ. ഇങ്ങനെ ഗവാം മധ്യേ വസാമ്യഹം എന്നിട്ട് ഗോ തന്നെയാണ് മാതാപിതൃവും ഗുരുവും എല്ലാം ഉള്ള ഗോവിൻ്റെ മധ്യത്തിൽ ഞാൻ എപ്പോഴും വസിക്കണമെന്നാണ് നമ്മളുടെ വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. അതാണ്. പിന്നെ ഇവിടെയുള്ള മൂകാംബിയുടെ ഉദ്ഭവ ജ്യോതിർമയ ലിംഗവും 33 കോടി ദേവന്മാരുടെ ഐക്യസ്വരൂപമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിനിധിയാണ് ഗോമാത. അപ്പോൾ ഇതിനെയാണ് ആദ്യം പൂജിച്ചത്. അപ്പോൾ വളരെ സന്തോഷം. ഇനിയുണ്ട് ഒരുപാട് ചോദിക്കാൻ. ഇനിയിപ്പോൾ ഇങ്ങയുടെ സമയം ഇനി ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നില്ല. സന്തോഷം. നമസ്കാരം.